ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി. അങ്ങനെ നമ്മുടെ ടെൻറ്റിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ടെൻറ്റിൽ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാമ്പ് ഫയർ കത്തിക്കലും അതേമാതിരി ഫുഡ് ഉണ്ടാക്കലും അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് ഇന്നത്തെ ഒരു വിശേഷമായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ടെൻറ്റൊക്കെ കെട്ടുന്ന വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തു, അങ്ങനെ ഗ്രില്ല് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു സാധനമൊക്കെ നമ്മുടെ ഷഫീഖൊക്കെ സെറ്റാക്കിയതാണ്. മൂപ്പര ഷെയ്ഖിൻ്റെയാണ് ഈ കണ്ട സാധനങ്ങളൊക്കെ. നമ്മൾ ഓൾറെഡി ഖത്തറിലേക്കൊക്കെ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു സെറ്റപ്പിൽ കിട്ടണമെങ്കിൽ വലിയൊരു കിട്ടലാണ്. അതിനെന്തായാലും നമ്മളൊരു ബിഗ് താങ്ക്സ് നമ്മൾ ഷഫീഖിനോട് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ട്രീറ്റും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പും നമുക്കൊരു നല്ല ഓർമ്മയും തന്നത്. അതിൻ്റെ ഈ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് നമ്മുടെ പട്ടാമ്പിക്കാരൻ, നമ്മുടെ നാട്ടുകാരൻ ഷഫീഖ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് ആളോടും പിന്നെ നമ്മുടെ കൂടെ ഇന്നലെ അവർ ഹെൽപ്പ് ചെയ്യാണ്ടായിരുന്ന എല്ലാവരോടും പിന്നെ എല്ലാ ഫ്രണ്ട്സിനോടും ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടു. അവരോടൊക്കെ ഒരുപാട് നന്ദി നമ്മൾ പറയുന്നുണ്ട്. രാവിലെ തന്നെ ഓല് കൊണ്ടുപോയി ഈ ചിക്കനൊക്കെ മസാലയിൽ ഇട്ടതിനായിട്ട് കൂടുതൽ ഹാർഡ് വർക്ക് ഓല് ചെയ്തു എന്ന് വേണമെങ്കിൽ. അപ്പോൾ ആദ്യ രാത്രി നമ്മൾ ഞണ്ടിനെ പിടിക്കാൻ പോവാണ്. അപ്പോൾ അവിടെ നമ്മളെ ടെൻറ്റ് ഓൾറെഡി ഒക്കെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഞണ്ട് കണ്ടമാനം ഞണ്ടുണ്ട് പറഞ്ഞേന്ന്. കിട്ടിയോ? ഞണ്ടല്ലേ? കാലുമ ഇറുക്കണ നോക്കണേ, കാലുമ ഇറുക്കണ നോക്കണമെന്ന് പറയാ. കണ്ടമാനുണ്ട്. ഇവിടെ കിട്ടിയോ? യാ പോയി. ഗൈസ്, ഇവിടെ ഞണ്ടിനെ പിടിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ കണ്ടമാനം ഞണ്ട് കിട്ടും. അത്രയും ഞണ്ടാണ് ഈ ഒരു ബീച്ചിലുള്ളത്. നമ്മൾ അതിൻ്റെ ഒരു സെറ്റപ്പ് എടുത്തിരുന്നില്ല, കാരണം ഇങ്ങനെ ഞണ്ട് കിട്ടുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും ഗ്രില്ല് ചിക്കൻ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഒരു തലക്കിൽ പാട്ട് പാടി തുടങ്ങുന്നുണ്ട്. വന്നവരൊക്കെ പാട്ടുകാരാവുകൊണ്ട് എന്താ പറയുക, ഈ പരിപാടി ഉഷാറായിട്ടോ എല്ലാവരും വൈബ്. പിന്നെ പാട്ട് മാത്രമല്ല കേട്ടോ, എല്ലാവരും മതി മറന്ന ഡാൻസും ഈ ക്യാമ്പ് ഫയറിന് ചുറ്റും. എന്ത് പറയണമെന്ന് വെച്ചാൽ പിടുത്തം വിട്ട തണുപ്പ് മീൻസ് ഓൻ്റെ പൊന്നോ എന്തുമാതിരി തണുപ്പിൻ്റെ ഏറെ കൂടുതൽ അതിൽ കൂടെ കാറ്റും കൂടി വീശുമ്പോൾ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്, വല്ലാത്തൊരു അനുഭവമായിരുന്നു എനിക്ക് അവിടെ കിട്ടിയത്. നമുക്ക് മാത്രമല്ല, പിന്നെ അലേഹനൊക്കെ ഞാൻ സമ്മതിച്ചിട്ടാണ്. നമ്മളൊന്നും തണുപ്പത്ത് അവിടെ നിൽക്കാൻ പറ്റിയിരുന്നില്ല. എൻ്റെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ തണുപ്പത്തും ഓള് ഫുൾ ആക്റ്റീവായിരുന്നു. ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടും അതേപോലെ ആ മണലിൽ കളിച്ചിട്ടും ഓൾക്കൊരു തണുപ്പൊന്നും ഒരു വിഷയമല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്തായാലും നമ്മൾ ഫൈനലി ഗ്രില്ലഡ് ചിക്കനൊക്കെ റെഡിയായി ഫാമിലി ആയിട്ട് തന്നെ ഇരുന്ന്. ടെൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫുഡ് കഴിക്കാൻ കഴിയില്ല, കാരണം അമ്മാതിരി കാറ്റാണ് പുറത്ത്. അങ്ങനെ എന്താക്കി എല്ലാ സെറ്റപ്പും ആയിട്ടാണ് വന്നിട്ടുള്ളത്. എ ടു സെഡ് കാര്യങ്ങൾ, ടെൻറ്റിലേക്ക് ആവശ്യമുള്ള എ ടു സെഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അതിൻ്റേതായിട്ടുള്ള വൃത്തിക്കും കാര്യങ്ങൾക്കും മൊത്തത്തിൽ ഫുഡ് പൊറോട്ട ഉണ്ടായിരുന്നു, അതേമാതിരി നെയ്ച്ചോറുണ്ടായിരുന്നു, പിന്നെ അമൂസ് ഉണ്ടായിരുന്നു, പിന്നെ അൽഫാം ഗ്രില്ലാക്കിയത്, പിന്നെ ഞണ്ട്, പിന്നെ അതേമാതിരി സ്നാക്സ്, ഫ്രൂട്ട്സ്, അതേമാതിരി ജ്യൂസ്, എന്തൊക്കെയാണോ ഒരു ആവശ്യം അത് മൊത്തം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ അവർ കൊടുന്നു. എല്ലാവർക്കും വയറ് നിറച്ച് ഭക്ഷണം കിട്ടിയെന്ന് പറയാം. എല്ലാവരും ഒരുപാട് ഹാപ്പി ആയി. എനിക്ക് ഇവരുടെ ഈ സന്തോഷം, ഒരു കൂട്ടായ്മയൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര ഒരു ത്രില്ലിടുക. കാരണം ഭയങ്കര രസമാണ് ഇവരുടെ കൂടെയുള്ള കുറച്ച് നിമിഷങ്ങൾ ഞാൻ എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കനുസരിച്ച് ഞാൻ പാട്ടും കാര്യങ്ങളും ഞാൻ സിനുവിൻ്റെ ചാനലിൽ ഇടാം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പാട്ട് 2-3 ആളുടെ ഫോണിലെടുത്തത്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ വെള്ളം വരുന്നുണ്ട്, ഇതൊക്കെ അറബിയുടെ വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എല്ലാ സെറ്റപ്പും ഉണ്ട്, കൈ കഴുകാനുള്ള സെറ്റപ്പും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അതോ ടെൻറ്റ് പോയി ഗൈസ്, കാറ്റിൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ ടെൻറ്റ് വരെ പാറിപ്പോയി എന്ന് പറയാം. നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ പെട്ട് വല്ല പാരച്ചൂട്ടിൽ വേണമെങ്കിൽ ബീച്ചിൽ നിന്ന് എടുത്ത് വേണ്ടി വരും. അമ്മാതിരി കാറ്റ്, നിങ്ങൾക്കിത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം അതുപോലത്തെ കാറ്റാട്ടോ ഇവിടെ വീശുന്നത്. തണുത്ത കാറ്റിൽ നമ്മളാണെന്നുണ്ടെങ്കിൽ ഞാൻ ട്രൗസറൊക്കെ ഇട്ടിട്ടാണ് വന്നത്. ഞാൻ ഇത്ര മരുഭൂമിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തണുപ്പുണ്ടാവില്ല ചൂടേക്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് പോകുന്നത്. നമ്മൾ രാത്രി ഒരു ഡ്രസ്സിൻ്റെ ഒരു കംഫേർട്ട് നോക്കിയിട്ടാണ് അതെല്ലാം ഇട്ടത് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നി വല്ല ഷൊട്ടറോ കമ്പടിയോ പുതപ്പൊക്കെ ഇട്ട് വരികയാണെങ്കിൽ തന്നെ ഇത്രയ്ക്ക് ഒരു ഇടങ്ങേറില്ല എന്ന് വിചാരിക്കണേ. അങ്ങനെ എല്ലാവരും അടിച്ച് പൊളിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ ഫൈനലി നമ്മുടെ എന്താക്കി ടെൻറ്റെല്ലാം കിട്ടിയ മാതിരി തന്നെ എടുത്ത് വെക്കണമല്ലോ. തീയും അണച്ച് ടെൻറ്റെല്ലാം മടക്കി കെട്ടി അതാത് വണ്ടി കയറ്റി. സത്യം പറഞ്ഞാൽ ഈ ടെൻറ്റ് കെട്ടാനും എടുത്തു വെക്കാനും കേട്ടോ പണി. അതിൻ്റെ ഉള്ളിലിരിക്കാൻ വലിയ പണി ഉണ്ടാകുന്നില്ല. പക്ഷെ ഇവരെല്ലാവരും കട്ടയ്ക്ക് കൂടെ ഉള്ളതുകൊണ്ട് എല്ലാം പെട്ടെന്ന് നടന്നു എന്ന് പറയാം. ഇത്ര ആളില്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ടെൻറ്റ് കെട്ടി ഈ ഒരു കാറ്റത്ത് ഇവിടെ നടക്കില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു.
അങ്ങനെ എൻ്റെ ഐബ് മോനെ എവിടെ, ഐബ് കുട്ടനെ എവിടെ? എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? അതായത് ഓലെ പെരുമാറ്റം അടിപൊളിയായത്. എല്ലാരും കട്ടക്ക് കൂടെ വേണം. ഇനിയിപ്പോ അവിടെ നമ്മള് മാത്രല്ല, നമ്മളെ കൂടെ വരുന്ന ആൾക്കാർ ഒരു യാത്രക്ക് ഏറ്റവും നല്ലത് എന്താന്ന് ഒരാളോട് ചോദിച്ചപ്പോ പറഞ്ഞു എല്ലാരുമായിട്ട് കമ്പനി ആയി. പിന്നെ കാറ്റും തണുപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വിചാരിച്ചതിനേക്കാളും ഒരു അടിപൊളിയാക്കിയില്ലേ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ബാർബിക്യൂ ഉണ്ടായിരുന്നു, നെയ്ച്ചോറുണ്ടായിരുന്നു. ഞണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, ഫ്രഷ് ഞണ്ട് അല്ലേ? ഫ്രഷ് ഞണ്ടാക്കിയിട്ട് ഗൈസൊക്കെ സെറ്റായി. അപ്പോൾ അലയൊക്കെ ഫുഡ് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ അലൻകുട്ടി ഇത് അവിടെ കിടക്കുന്നുണ്ട്. അവിടെ ശുണ്ടി എവിടെയാണ്? അവിടെ കുട്ടി എവിടെയാണ്? എന്നെ എല്ലാവർക്കും മിസ് ചെയ്യണു ഗൈസ്. ഇവനെ മാത്രം അധികം വീഡിയോയിലോ ഫോട്ടോസിലോ ഒന്നും കിട്ടണില്ല. കാരണം എന്താ വെച്ചാൽ ഇവൻ ഫുൾ ടൈം ഇവൾ കങ്കാരു ബാഗ് കെട്ടിയിട്ട് ഇങ്ങനെ നടക്കുകൊണ്ട് ഇവനെ ഉറക്കുമാവും കേട്ടോ. അപ്പോൾ ഇവനെ അങ്ങനെ കിട്ടലില്ല. അതുകൊണ്ട് എന്തായി ഇവൻ ഒന്നിലും അങ്ങനെ പറയലില്ല. പക്ഷെ ഇവനെ ഞാൻ 2-3 ഫോട്ടോ അതിൻ്റെ അടുത്ത് വെക്കിട്ടോ എനിക്ക് ഖത്തർ കാണിക്കാൻ വേണ്ടിയിട്ട്. ചെക്കൻ ഒരുപാട് മാറി. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇപ്പോൾ ആരുടെ ഫേസ് കട്ടാണെന്ന് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് വെറും 2 ദിവസം കൂടി മാത്രമേ ഉള്ളൂ നാട്ടിലേക്ക് എത്താൻ അല്ലേ? നാട്ടിലെത്തിയിട്ട് നമുക്ക് കളികൾ തുടങ്ങണം അല്ലേ? ഓക്കെ ഗായ്സ്, അപ്പോൾ ടെൻറ്റിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് കണ്ട് നിങ്ങൾക്ക് എൻജോയ്മെൻറ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമ്മുടെ കാര്യം പറയാമല്ലോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് അതുപോലത്തെ ഒരു ടെൻറ്റിൽ. സത്യം പറയാമല്ലോ, ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം എല്ലാ ഫെസിലിറ്റിയോടും കൂടി നല്ല സെറ്റപ്പ് ഒരു എനിക്ക് ഖത്തർ യാത്രയിൽ എല്ലാം ഇഷ്ടപ്പെട്ടു. എന്നാൽ അത് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവം കൂടി ആയിട്ട് മാറി എന്ന് പറയാം. എല്ലാം ഖത്തർ പൊതുവേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഖത്തറിലോട്ട് വരുമ്പോൾ സിന്നോട് പറയുന്നുണ്ട് എങ്ങനെ ഞാനൊരു 5 ദിവസം അവിടെ നിൽക്കുക, അല്ലെങ്കിൽ ഒരാഴ്ച ഞാൻ എങ്ങനെ അവിടെ നിൽക്കുക. എനിക്ക് ആകെ പുറത്തൊക്കെ പറയുന്ന കേൾക്കണം എന്താ, ഖത്തർ ചെറിയൊരു രാജ്യമാണ്, ഖത്തറിലൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒന്നും കാണാനില്ല, ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാനില്ല, ഒക്കെ വെറുതെയാണ്. ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട്, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതിലുപരി ഇവിടുത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് നാട്ടിലേക്ക് നമ്മുടെ ലൈഫിൽ കൊണ്ടു നടക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കുറേ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഖത്തറിൽ നിന്ന് കിട്ടാനുണ്ട്. അപ്പോൾ എനിക്ക് ഒരിക്കലും ഖത്തർ ബോറടിച്ചിട്ടില്ല. ഒരാഴ്ച ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് ഒരാഴ്ച അല്ല 1 മാസത്തിൽ നിന്നാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട്. കാരണം നമുക്ക് എല്ലാ ഇതിനും ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു നാടാണ് ഖത്തർ. നമ്മുടെ സേഫ്റ്റിൻ്റെ കാര്യത്തിലും പെണ്ണുങ്ങൾക്ക് രാത്രി പുറത്തിറങ്ങി നടക്കാനുള്ള കാര്യത്തിലും വൃത്തിൻ്റെ കാര്യത്തിലും പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലും ഫുഡിൻ്റെ കാര്യത്തിലും ഇനി സ്ഥലങ്ങൾ അത്യാവശ്യം ഇപ്പോൾ ഒരുവിധ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കണം. ഇനിയും കാണാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. എല്ലാം കൊണ്ടും അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്ക് എന്തായാലും ലൈഫിൽ ഒരു വട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു മസ്റ്റ് വാച്ച് പ്ലേസ് തന്നെയാണ് ഖത്തർ എന്ന് പറയുന്ന സ്ഥലം. കൊച്ചു രാജ്യമാണെന്നുണ്ടെങ്കിലും ഇവരെ സംഭവം പുലികളാണ് ഗൈസ്, പുലികളാണ്. അല്ലെങ്കിൽ ലോകകപ്പ് പോലത്തെ ഒരു വലിയൊരു കളി വരെ ഇത്ര ചെറിയ രാജ്യമായി ഇവരത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ റേഞ്ച് വേറെയാണ്. പിന്നെ മൊത്തത്തിൽ നമ്മളിവിടെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും, ഇനി ഫ്രണ്ട്സിനാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്ന സബ്സ്ക്രൈബേഴ്സിനാണെന്നുണ്ടെങ്കിലും ഒരുപാട് പേരെ കാണാൻ പറ്റിയിട്ടില്ല. അതിലുള്ള സങ്കടം നമുക്കുണ്ട്. കാരണം നമുക്ക് അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് 2 ദിവസം പർച്ചേസിങ് ആണ്. ഖത്തറിലെ പർച്ചേസും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. മൊത്തത്തിൽ എന്തായാലും അടിപൊളി ട്രിപ്പായിരുന്നു. പിന്നെ താങ്ക്സ് ഒരുപാട് പേരോട് പറയാനുണ്ട്. എല്ലാവരും ഒരുപോലെ നിന്ന് എൻജോയ് ചെയ്തു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ പാട്ടിൻ്റെ കാര്യം, അവിടുന്ന് കുറേ പാട്ടും കാര്യങ്ങളും ഉണ്ട്. അത് വേറെ ആളുടെ മൊബൈലുള്ളത് കിട്ടിയാൽ ഞാൻ ഇട്ടുതരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ബൈ.